ആഫ്റ്റർ മാരേജ് അസെക്ഷൽ ആണ്, ഹോമോസെക്ഷൽ ആണെന്നൊക്കെ തിരിച്ചറിയുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഡോക്ടർ ഹാൻഡിൽ ചെയ്യുക? കുറേ ആളുകളുടെ വിചാരം ഇതൊരു ചോയ്സ് ആണ്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി നോട്ട് എ ചോയ്സ്. ഒരു പയ്യൻ വന്നിട്ട് ഭയങ്കര കരച്ചിൽ എന്നുവെച്ചാൽ ആളുടെ ഒരു വിചാരം ആൾക്ക് എന്തോ പ്രശ്നമായിട്ടുണ്ട്, എന്തെങ്കിലും മരുന്ന് തന്ന് എന്നെ ഒന്ന് റിവേഴ്സ് ചെയ്ത് തരൂ എന്നൊക്കെ. അപ്പോൾ ഇത് ചോയ്സ് ആണെങ്കിൽ ആൾക്കാർ ഇങ്ങനെ വരേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഇതുവരെ റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടില്ല, കല്യാണം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുന്നില്ല വൈഫുമായിട്ട്. ബട്ട് ഹീ റിയലൈസ്ഡ്, ഹീ ഫോഴ്സ്ഡ് ഹിംസെൽഫ് ടു ഹാവ് സെക്സ്. ഏർപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇയാൾ ഛർദ്ദിച്ചു 2 തവണ. എന്നിട്ട് ആൾ ആ വൈഫിനോട് പറഞ്ഞു, എനിക്കറിയില്ലായിരുന്നു, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഓറിയൻറ്റേഷൻ ഡിഫറെൻ്റ് ആണെന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ഒരു വിചാരം ജെൻഡർ ഡിഫറെൻ്റ് ആണ്. ഒരു ആണും ആണും റിലേഷൻഷിപ്പിലാകുമ്പോൾ ഒരാൾ പെണ്ണാവുന്നല്ല, രണ്ടുപേരും കംപ്ലീറ്റ് മെയിൽസ് ആണ്. അവർക്ക് എക്സാക്ട്ലി ഓപ്പോസിറ്റ് സെയിം ജെൻഡർ ആണെന്നുള്ളതേ ഉള്ളൂ. സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഈ കുഞ്ഞ് ആൺകുട്ടികളെയൊക്കെ അബ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ ആൾക്കാരില്ലേ, അവരൊക്കെ ഹെട്രോസെക്ഷൽ ആയിട്ട്, ഇവരൊക്കെ ചിലപ്പോൾ ഹോമോസെക്ഷൽ ഓറിയന്റഡ് ആയിരിക്കാം, നമുക്ക് അറിയില്ല. പക്ഷെ നാട്ടുകാരെ പേടിച്ചിട്ട് അവർ കല്യാണം കഴിച്ചായിരിക്കും. ഇപ്പൊ കാതൽ സിനിമയൊക്കെ ഇറങ്ങിയപ്പോൾ നമുക്കത് മനസ്സിലായതല്ലേ അതിന്റെ ഒരു ഡെപ്ത് എന്താണെന്നുള്ളത്. കാര്യം ഒന്നാമത് ഇല്ലീഗൽ ആയിരുന്നു പണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെ കൂടെ റിസപ്റ്റീവ് ആകുമായിരിക്കും, കാര്യം ആരും പിടിച്ച് ജയിലിൽ